എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിക്സ് പാനിൽ വന്നിട്ടുള്ള ഒരു അനാർക്കലി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അനാർക്കലിന്റെ കൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡിലുള്ള ഒരു സ്ട്രൈറ്റ് പാന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ അലാസ്റ്റിക് വരുന്ന മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ബാൻഡ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അനാർക്കലി എങ്ങനെയാണെന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. മെയിൻ ഫാബ്രിക് ആയിട്ട് കോട്ടൺ സിൽക്ക് ആണ് എടുത്തിരുന്നത്. എനിക്ക് ഈ ഒരു കളർ തന്നെ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ അവിടെ 5.5 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി എവിടെയും ഇത്രയും ബൾക്ക് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പോയ ഷോപ്പിൽ 5.5 മീറ്റർ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ 5.5 മീറ്റർ ഞാൻ എടുത്തിട്ട് വന്നു. പിന്നെ ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ഞാൻ വേറൊരു ഷോപ്പിൽ നിന്ന് ഒരു ഹാഫ് മീറ്ററും കൂടി മേടിച്ചു. പക്ഷെ രണ്ടും തമ്മിൽ ചെറിയ രീതിയിൽ, അതായത് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമുക്ക് തികഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാന്റ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് പാന്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹാഫ് മീറ്റർ മാറ്റി വെച്ചത് കേട്ടോ. പാന്റും ബോട്ടും ഒരേ കളറിൽ ചെയ്യുന്നത് കൊണ്ടും ഫുൾ സ്ലീവ് ചെയ്യേണ്ടത് കൊണ്ടും നമ്മുടെ ക്ലോത്തിന് വിടുത്ത് കുറവായതുകൊണ്ടുമാണ് നമുക്ക് ഇത്രയും ക്ലോത്ത് എടുക്കേണ്ടി വന്നത്, ബൾക്കായിട്ട് എടുക്കേണ്ടി വന്നത്. സെയിം 6 മീറ്റർ തന്നെ കോട്ടന്റെ ലൈനിങ്ങും ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ടോപ്പ് മാത്രമാണ് ചെയ്യുന്നത്, അത്യാവശ്യം ലെങ്ത് വേണം, ഫുൾ സ്ലീവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 3.5 മീറ്റർ എടുത്താൽ മതിയാവും കേട്ടോ. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം 47 ഇഞ്ചാണ് ഞാൻ ലൈനിങ്ങിന് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത് വേണം എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കാം. ക്ലോത്ത് ഇതേപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കി ഇടുന്ന സമയത്ത് നമുക്ക് 16 ഇഞ്ചാണ് വിടുത്തായിട്ട് കിട്ടുന്നത്. കുഴപ്പമില്ല, നമുക്ക് മുകൾ ഭാഗത്ത് കട്ട് ചെയ്യുന്ന പീസ് സൈഡിലേക്ക് ജോയിൻ ചെയ്യാം. ആദ്യം ഞാനിവിടെ ലൈനിങ് എ ലൈൻ മോഡലാണ് കട്ട് ചെയ്യുന്നത്. എങ്ങനെയാന്നുള്ളത് കാണിക്കാം. ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്ക് 7 ആണ് നോർമൽ ഷോൾഡർ. ആ 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഓവർ ഇറക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ സിബ് കൊടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ സെയിം കളറിൽ ഇൻവിസിബിൾ സിബ് തെരഞ്ഞിട്ട് എവിടെയും കിട്ടിയില്ല. കിട്ടിയത് നോർമൽ സിബാണ്. അപ്പൊ നോർമൽ സിബ് കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ സിബ് കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ച് ബാക്ക് നെക്ക് ഇറക്കിയാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇടാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് കുറച്ച് കയറിയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്ക് നെക്ക് ഒന്നെങ്കിൽ ബാക്കിൽ സിബ് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്ക് നെക്ക് ഇറക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫുൾ സ്ലീവ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ക്ലോത്തും ഈ ഒരു കോട്ടൺ സിൽക്ക് ആയതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇരിക്കുന്ന ഷോൾഡർ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു 1/4 ഇഞ്ച് ഷോൾഡർ ഇതേപോലെ കുറച്ചിട്ട് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് 1/4 ഇഞ്ച് തന്നെയാണ് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണോ നമ്മൾ ഷോൾഡർ റെഡ്യൂസ് ചെയ്തത് സെയിം അതേ അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോളിനും റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നോർമൽ ആം ഹോൾ എന്ന് പറയുന്നത് 7 ആണ്. അതിൽ നിന്നും നമ്മൾ 1/4 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് 6.25 ഇഞ്ച് 6.25 ഇഞ്ചാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 9 ആണ്. അവിടേക്ക് 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത് വരച്ചിട്ടുള്ള ലൈനിന്റെ കറക്റ്റ് സെന്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ ആം ഹോൾ ലൈനിന്റെ കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റും ഉണ്ട്. ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് 3 പോയിന്റ് കിട്ടും. ആ 3 പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ബാക്കിലെ ആം ഹോൾ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ആവശ്യത്തിനുള്ള ആം ഹോൾ റൗണ്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നെക്ക് വിഡ്ത്തിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവായിട്ട് മാർക്ക് ചെയ്തതാണ്. ബാക്കി നമുക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് വേരിയേഷൻസ് വരുത്താം. ഇപ്പൊ ജസ്റ്റ് ആ ഒരു ഷോൾഡർ സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നേരത്തെ നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഈ 3 ഇഞ്ചിലേക്ക് ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുള്ള ഭാഗത്തല്ല മാർക്ക് ചെയ്യേണ്ടത്. 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ വേസ്റ്റ് വിഡ്ത്തിന്റെ അവിടെ നിന്ന് നേരെ മാക്സിമം നമുക്ക് എത്രയാണോ ലൂസ് കിട്ടുന്നത് ആ ലൂസ് എ ലൈനിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് അത് ഒന്നും കൂടി പെർഫെക്ഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഹിപ്പിന്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ചരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ നേരത്തെ നമ്മൾ ആം ഹോൾ വരയ്ക്കുന്ന സമയത്ത് ബാക്കിലുള്ള ആം ഹോൾ മാത്രമേ വരച്ചുള്ളൂ. അപ്പോൾ അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി ഒന്ന് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ബാക്കിലെ ആം ഹോൾ പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുകളിലുള്ള പീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴ്ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ മാക്സിമം നമുക്ക് ലൂസ് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒരു ലൈൻ പ്രകാരം വരച്ചെടുക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഫുൾ സ്ലീവ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ സ്ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒത്തിരി ചുരുങ്ങിയിരിക്കുന്ന മോഡലിലല്ല, പ്ലെയിൻ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഫുൾ സ്ലീവ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സീം അലവൻസ് അടക്കം 25 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അതായത് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 25 ഇഞ്ചാണ് ഞാൻ സ്ലീവിന് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് 9.5ലാണ് ഫോൾഡ് ചെയ്തത്. അത് എൻ്റെ സ്ലീവ് റൗണ്ട് അത്ര മതി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഇതിനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ. ഒരു നോർമൽ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നത് പോലെ ആം ഹോൾ കുഴിച്ചു വരച്ചിട്ടുണ്ട്. താഴ്ഭാഗം ഓപ്പണിംഗ് ഇല്ലാത്ത പോലെയുള്ള ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമുക്ക് കൈ ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ എൻ്റെ താഴ്ഭാഗത്ത് വരുന്ന സ്ലീവ് റൗണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് ലൂസും കൂടി ചേർത്ത് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് ഇതേപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അളവ് കറക്റ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. നേരത്തെ നമ്മൾ ആം ഹോൾ കുഴിച്ച് വരച്ച ലൈനിന്ന് ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഞാൻ ഇതേപോലെ ചെരിച്ച് വരയ്ക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ നോർമൽ ആയിട്ട് സ്ലീവ് വരയ്ക്കുന്ന സെയിം മെത്തേഡാണ്. ഫുൾ സ്ലീവിന്റെ ലെങ്ത് എടുത്തു എന്നുള്ളതാണ്. ഇത് തന്നെ കൈയിന്റെ മുട്ടിന്റെ മുകൾ ഭാഗത്തെ കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണ്, മുട്ടിന് താഴേക്ക് അത്ര വണ്ണം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേപ്പിന്റെ അവിടെ വരെ ഒരു ലെങ്ത് എടുത്തിട്ട് അവിടേക്കുള്ള വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതിന്റെ ശേഷം താഴേക്കുള്ള അളവ് വേറെ മാർക്ക് ചെയ്യണം. അതായത് 2 അളവായിട്ട് മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഈ 2 പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്ത് അവിടെ കിട്ടുന്നുണ്ട്. വിഡ്ത്തും അതിനോടൊപ്പം സീം അലവൻസും കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വരച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം. മെയിൻ ഫാബ്രിക് എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ 6 പാനലായിട്ടാണ് ചെയ്യുന്നത്. നോർമൽ എ ലൈൻ ആയിട്ട് ചെയ്താൽ മതി. നമുക്ക് ക്ലോത്തിന് വിടുത്തില്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ നല്ല ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് 6 പാനലായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഈ 2 പാനലുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ക്ലോത്തിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും, ലെങ്ത്തിൽ വേരിയേഷൻസ് വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിന്റെ കൂടെ കുറച്ച് അധികം എക്സ്ട്രാ ക്ലോത്ത് എടുക്കുക. 1.5 ഇഞ്ചാണ് നമ്മൾ നമ്മുടെ ലെങ്ത്തിന്റെ കൂടെ സീം അലവൻസ് ആയിട്ട് എടുക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് അധികം എടുക്കുക. അപ്പൊ മാത്രമേ നമുക്ക് ഈ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാന്നുള്ളത് വീഡിയോയിൽ തന്നെ കാണിക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ കുറച്ച് അധികം ലെങ്ത് എടുത്തിട്ടുണ്ട്. ഒരു 51 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ക്ലോത്തിനെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കോട്ടൺ സിൽക്ക് ആയതുകൊണ്ട് തന്നെ 36 ഇഞ്ചായിരുന്നു. അപ്പൊ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് 18 ഇഞ്ചാണ് ക്ലോത്തിന് വിഡ്ത്ത് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ 6 പാനലാണ് ചെയ്യാൻ വേണ്ടി പോണേ. എങ്ങനെയാന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ, ആ ഷോൾഡറിന്റെ പകുതി, അതായത് ഓൾറെഡി നമ്മൾ ഷോൾഡറിന്റെ പകുതിയാണ് ഫോൾഡ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. അതിനെ എഗെയിൻ പകുതിയാക്കി കൊടുക്കുക. അതിന്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ നോർമൽ ഷോൾഡർ എന്ന് പറയുന്നത് 7 ആണ്. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 3/4 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഷോൾഡർ വേണം എടുക്കാൻ. അപ്പൊ നമുക്ക് 6.25 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.1 ആണ് കിട്ടുന്നത്. അപ്പൊ അത് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സെയിം അതേ പോയിന്റ് തന്നെ കുറച്ച് താഴോട്ടേക്കും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ എൻ്റെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഈ 14ന്റെ കൂടെ ഞാനൊരു 3 ഇഞ്ചും കൂടി ചേർത്ത് 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത് മാർക്ക് ചെയ്യുന്നത്.
എല്ലാവർക്കും 17 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ കുറച്ച് വയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ലെങ്ത് ഇങ്ങനെ ഇറക്കി മാർക്ക് ചെയ്യേണ്ട. അത്രയും ലെങ്ത് ഇറക്കി മാർക്ക് ചെയ്യുമ്പോൾ ആ വയറ് നല്ലോണം എടുത്ത് കാണാൻ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പം വയറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത്തിന്റെ കൂടെ ഒരു 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാത്ത ആൾക്കാർ ഇതേപോലെ വേസ്റ്റ് ലെങ്ത്തിന്റെ കൂടെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വരച്ചിട്ടുള്ള പോയിന്റ് നമ്മൾ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മുടെ വിഡ്ത്തിന്റെ പകുതി മാർക്ക് ചെയ്തിട്ട് ആ പകുതിയിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ നമുക്ക് ഇവിടെ ക്ലോത്തിന് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിന്റെ കറക്റ്റ് പകുതി എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് പകുതി എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുക. അപ്പൊ നമുക്ക് അധികം ഫ്ലെയർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറേ ഫ്ലെയർ, കുറച്ചും കൂടി ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അധികം നീക്കി മാർക്ക് ചെയ്തുകൂടെയെന്ന്. അപ്പൊ നമുക്ക് എത്രയെങ്കിലും നീക്കി മാർക്ക് ചെയ്യാൻ പറ്റില്ല. താഴെ ഇരിക്കുന്ന പീസിനെ നമ്മൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആം ഹോളും നമ്മുടെ ചെസ്റ്റ് വിഡ്ത്തും അതിൻ്റെ ഒപ്പം സീം അലവൻസും ഒക്കെ അതിലേക്ക് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എത്രയെങ്കിലും നീക്കി മാർക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു അളവ് ഇവിടെ കിട്ടില്ല. നമ്മുടെ ക്ലോത്ത് വേസ്റ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് എത്രയെങ്കിലും ഒരുപാട് അങ്ങ് നീക്കി മാർക്ക് ചെയ്യരുത്. കറക്റ്റ് പകുതി അല്ലെങ്കിൽ പകുതിൻ്റെ കൂടെ ഒരു 1-2 ഇഞ്ച് എക്സ്ട്രാ മാത്രം മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മുടെ കറക്റ്റ് പകുതി എന്ന് പറയുന്നത് 9 ആണ്. അതിലേക്ക് ഒരു 1.5 ഇഞ്ചും കൂടി ചേർത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഈ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും സ്ക്രീനിൽ കാണുന്ന പോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 2 പീസ് ആയിട്ടാണ് ക്ലോത്ത് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സൈഡിലുള്ള പീസ്, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള പീസിനെ അങ്ങനെ അവിടെ നിലനിർത്തിക്കൊണ്ട് സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത പീസിനെ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. സൈഡിൽ കട്ട് ചെയ്ത പീസിനെ താഴ്ഭാഗം മുകളിലേക്കും മുകൾ ഭാഗം താഴേക്കും വരുന്ന രീതിയിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ സെൻട്രൽ വരുന്ന ഭാഗം ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ സൈഡിലുള്ള ഭാഗം എല്ലാ ഭാഗവും ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തിന് ഉള്ളോട്ടേക്ക് എടുക്കണം. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ താഴെ ഇരിക്കുന്ന ഭാഗത്തിന് മുകളിലേക്കും മുകളിൽ ഇരിക്കുന്ന ഭാഗത്തിന് താഴേക്കും ആക്കി മാറ്റി. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള ഭാഗം സെൻട്രൽ വരത്തക്ക രീതിയിൽ ഉള്ളോട്ടേക്ക് ഇട്ട് കൊടുത്തു. ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്റർ പീസിന്റെ മുകളിലേക്കായിട്ട് ഇത് ഓവർലാപ്പ് ചെയ്ത് വെക്കുകയാണ്. 1/2 ഇഞ്ച്, ആ 1/2 ഇഞ്ച് സീം അലവൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ആ 1/2 ഇഞ്ച് സീം അലവൻസ് ഇതേപോലെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ പിൻകുത്തി കൊടുക്കുക. ഈ 17 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വരെ കറക്റ്റ് ഈസി ആയിട്ട് പിൻകുത്താൻ വേണ്ടി പറ്റും. അവിടുന്ന് താഴോട്ടേക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് പിൻകുത്തി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഫ്രീ ആയിട്ട് അങ്ങ് വിടുക. അപ്പൊ ഇതേപോലെ നമ്മൾ പിൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്കായിട്ട് എ ലൈൻ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിലെ പീസാണ് എടുക്കുന്നത്, ഫ്രണ്ടിലെ പീസ് അല്ല കേട്ടോ. ബാക്കിലെ പീസ് എടുത്തിട്ട് ഇതിന്റെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിൽ വെച്ചിട്ട് അത് പ്രകാരം നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങൾ എന്താ പറയാ, ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്, ഒരു കോട്ടന്റെ ക്ലോത്ത് ലൈനിങ് ഇല്ലാണ്ട് 6 പാനലായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഓവർലാപ്പ് ചെയ്തിട്ട് വെച്ച് പിൻ കുത്തിയതിന്റെ ശേഷം വേണം സൈഡിലുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോയും നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ. ഞാൻ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. വേസ്റ്റിന്റെ അവിടെ വരെ നമ്മൾ ഈ എലൈൻ കുർത്തിന്റെ ഷേപ്പ് പ്രകാരം കട്ട് ചെയ്യുക. അവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് എത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് ആ ഫ്ലെയർ ഇതേപോലെ എടുത്തിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ എലൈൻ കുർത്തി കട്ട് ചെയ്യുന്ന സമയത്ത് താഴേന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ചരിച്ചൊക്കെ കട്ട് ചെയ്യുക. അതൊന്നും ഇപ്പൊ ചെയ്യേണ്ട, അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ചെയ്താൽ മതി. ഇത് നമുക്ക് 6 പീസ് ആയിട്ടായിരിക്കും കിട്ടുക. ഫ്രണ്ടിലേക്ക് 3 പീസും ബാക്കിലേക്ക് 3 പീസും. ഈ സെന്റർ പീസിന്റെ 2 സൈഡിലായിട്ട് ഓരോരോ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഓവർലോക്ക് ഉള്ള മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർലോക്കും കൂടി കൊടുത്തെടുക്കുന്നത് നല്ലതാണ്. കാരണം കോട്ടൺ സിൽക്കിന്റെ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല രീതിയിൽ നൂല് വലിയും. ഇതുപോലെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം ഒരു പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ രണ്ടാമത്തെ പീസ് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. താഴ്ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു പീസ് കുറച്ച് ലെങ്ത്തിലും ഒരു പീസ് ലെങ്ത്ത് കുറഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് നമ്മൾ ഇതേപോലെ പാനലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ചധികം എടുക്കണം ലെങ്ത്ത്. എന്നാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് അളവിലേക്ക് അത് വരുള്ളൂ. അധികമുള്ള ഭാഗം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഞാൻ ഇതേപോലെ റൗണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്കിന് വിഡ്ത്ത് ആയിട്ട് ഒരു 3.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നെക്കിന് ലെങ്ത് ആയിട്ട് ഫ്രണ്ടിൽ ഒരു 5 ഇഞ്ചും ബാക്കിൽ ഒരു 8 ഇഞ്ചും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റൗണ്ട് നെക്കാണ്.
ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഇതേപോലെ ആദ്യം മെയിൻ ഫാബ്രിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ലൈനിങ് വെക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെക്കുന്നത്. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. മൂന്നും സെൻറ്റർ ടു സെൻറ്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്താണോ നിങ്ങളുടെ നെക്കിന്റെ ഷേപ്പ് ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ ലൈനിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് ഈ ക്യാൻവാസ് പേപ്പർ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറമേക്ക് കാണുന്ന സമയത്ത്, അതായത് നമ്മുടെ ഡ്രസ്സ് നമ്മൾ മറച്ചൊക്കെ ഇടുന്ന സമയത്ത് പുറമേക്ക് കാണുന്ന സമയത്ത് നല്ല വൃത്തിക്ക് നീറ്റിലിരിക്കും. ആ ക്യാൻവാസ് പേപ്പർ പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ കേട്ടോ. ഇതുപോലെ തന്നെ സെയിം ആണ് നമ്മുടെ ബാക്കിലെ സ്റ്റിച്ചും വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡോറി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം 8 ഇഞ്ചോളം ലെങ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഡോറി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിന് താഴേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഡോറി വെക്കാനുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് ഒന്നും കൂടി 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്തൊരു തെറ്റ് എന്താന്നുള്ളത് പറയാം. മെയിൻ ഫാബ്രിക് അതിന്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ക്യാൻവാസ് പേപ്പർ വെച്ചു. ഡോറി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡോറി ഞാൻ വെച്ചു കൊടുക്കുന്നത് ലൈനിങ്ങിന്റെ മുകളിലാണ്. കാരണം ലൈനിങ് ഉണ്ട് എന്നുള്ളത് എന്റെ മനസ്സിലേക്ക് ആ ഒരു സമയത്തേക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മയില്ലാണ്ട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡോറിന്റെ പോർഷൻസ് അയച്ചെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ പേടിക്കേണ്ട, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ മെയിൻ ഫാബ്രിക് അതിന്റെ മുകളിൽ ലൈനിങ് അതിന്റെ മുകളിൽ ക്യാൻവാസ് പേപ്പർ ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, മെയിൻ ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് ഡോറി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ലൈനിങ്ങും അതിന്റെ മുകളിൽ ക്യാൻവാസ് പേപ്പറും വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ചിട്ടാണ് ഇതേപോലെ നെക്ക് പതിച്ചടിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ നിന്നും ബാക്ക്, ഞാൻ സ്ലീവ് എങ്ങനെയാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നോക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സീം അലവൻസ് കാണാത്ത രീതിയിൽ, അത് ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇനി സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതേപോലെ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണൽ ആണ്. നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ടോപ്പ് ചെയ്യുന്നത്. ദുപ്പട്ട നല്ല വെടുത്തുണ്ടായിരുന്നു. അപ്പൊ അതിന് 2 സൈഡിൽ നിന്ന് ഞാൻ ഇതേപോലെ 2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ പൈപ്പിംഗ് ആയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ ഈ ഒരു പീസ് ഇതേപോലെ മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. മറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പൈപ്പിംഗ് കൺവേർട്ട് ആയിട്ട് വരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാം, പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ലൈനിങ്ങിന് ഇതേപോലെ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ലീവും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സൈഡ് നമ്മുടെ അളവ് പ്രകാരം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ അനാർക്കലിന്റെ താഴ്ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ലീവിൽ കൊടുത്ത പോലെ തന്നെ ആ ഒരു ദുപ്പട്ടന്റെ ഷെയ്ഡ് പൈപ്പിംഗ് ഇതേപോലെ ഈ അനാർക്കലിന്റെ താഴ്ഭാഗത്ത് മൊത്തമായിട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം താഴ്ഭാഗം ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ക്യാൻവാസ് പേപ്പർ തന്നെയാണ്, പക്ഷെ നമ്മൾ പാൻറ്റിനൊക്കെ കൊടുക്കുന്ന ക്യാൻവാസ് പേപ്പർ, അതായത് നമ്മൾ ജെൻസിന്റെ പാൻറ് ചെയ്യാനും അതുപോലെ തന്നെ ലേഡീസിന്റെ സിഗരറ്റ് പാൻറ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ബാൻഡ് നല്ല കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ക്യാൻവാസ് പേപ്പറാണ്. നമ്മുടെ നോർമൽ ക്യാൻവാസ് പേപ്പർ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കട്ടി ഉണ്ടാവും. അപ്പം ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴ്ഭാഗം നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട്, അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ താഴ്ഭാഗത്തിന്റെ ഷേപ്പ് അതേ പ്രകാരം ആ ഒരു ഷേപ്പ് അതുപോലെ നിലനിർത്തുന്ന രീതിയിൽ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുക. 3 ഇഞ്ച് വിടുത്തെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാൻവാസ്, ഞാൻ എടുത്തിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് മുകളിലും സീം അലവൻസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് 3 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെയാണോ നിങ്ങളുടെ ഷേപ്പ് ആ ഷേപ്പ് പ്രകാരം കട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എടുക്കുക. സ്ട്രെയിറ്റ് പീസ് ഒരു കാരണവശാലും എടുക്കാതിരിക്കുക. കാരണം സ്ട്രെയിറ്റ് പീസ് എടുക്കുമ്പോൾ ഒരുപാട് ചുളിവുകൾ വരും. അതുകൊണ്ടാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസിലേക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്ത് എടുക്കുക. എന്നിട്ട് മുകളിൽ 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ താഴ്ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു കാരണവശാലും താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്യരുത്.
അതിനുശേഷം ഈ ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് വരുന്ന സീം അലവൻസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ആദ്യമേ റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് പിന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ അടിഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യുക. കാരണം ഈ ഒരു ഭാഗത്താണ് ചുളിവ് വരാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പം മെല്ലെ സമയം എടുത്തിട്ട് ചുളിവില്ലാണ്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ? അപ്പോൾ ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്.